ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന ദിവസം തന്നെ കൃത്യമായും അപേക്ഷകരായ കുട്ടികളും അവരുടെ രക്ഷാകർത്താക്കളും കമ്പ്യൂട്ടർ സെന്ററുകളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ അവർ പഠിച്ചിരുന്ന സ്കൂളിലോ പോയി ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കണം. ഹയർ സെക്കൻഡറിയുടെ അഡ്മിഷൻ പോർട്ടലായ www.admission.dge.kerala.gov.in എന്ന സൈറ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പരും ജനനത്തീയതിയും ഉപയോഗിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചപ്പോൾ എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനുള്ള അവസരമാണ് ട്രയൽ അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റിന് ശേഷം തെറ്റുകൾ തിരുത്തുവാനുള്ള അവസരം ലഭിക്കുകയില്ല. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടും ഗൗരവത്തോടും കൂടി ആയിരിക്കണം ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കേണ്ടത്. ട്രയൽ അലോട്ട്മെന്റ് അഡ്മിഷൻ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ്. തിരുത്തലുകൾ വരുത്തി വീണ്ടും സബ്മിറ്റ് ചെയ്യുവാൻ യാതൊരു കാരണവശാലും മറക്കരുത്. അനുവദിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ തന്നെ തിരുത്തലുകൾ വരുത്തി സബ്മിറ്റ് ചെയ്യണം. ട്രയൽ അലോട്ട്മെന്റിൽ വ്യൂ എന്നും എഡിറ്റ് എന്നും രണ്ട് ഓപ്ഷനുകൾ ഉണ്ടായിരിക്കും. വ്യൂ ഓപ്ഷൻ വഴി നിങ്ങളുടെ അപേക്ഷകൾ കാണാവുന്നതാണ്. തെറ്റുകൾ തിരുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കാൻ വേണ്ടി മാത്രം എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം സേവ് ചെയ്ത് കൺഫേം ചെയ്യണം. എങ്കിൽ മാത്രമേ അലോട്ട്മെന്റ് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. അല്ലാത്തപക്ഷം നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കാതെ വരും. പിന്നീട് ഏതെങ്കിലും സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ മാത്രമേ അവസരം ലഭിക്കുകയുള്ളൂ. അതിനായി പുതുതായി അപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും ഗ്രൂപ്പും കോമ്പിനേഷനും കിട്ടിയെന്ന് വരില്ല. കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. വ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷനുകൾ കാണുക മാത്രമേ ചെയ്യുന്നുള്ളൂവെങ്കിൽ കൺഫേം ചെയ്യേണ്ട കാര്യമില്ല. വെറുതെ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും സേവ് ചെയ്ത് കൺഫേം ചെയ്യണം. ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്തുന്നതിന് മുൻപായി പ്രോസ്പെക്ടസും അനുബന്ധ പട്ടികളും ഒന്നുകൂടി വ്യക്തമായി വായിച്ച് മനസ്സിലാക്കണം. ഉദാഹരണമായി സംവരണ ആനുകൂല്യമുള്ള സമുദായങ്ങളുടെ പട്ടിക, വിദ്യാഭ്യാസ ആനുകൂല്യം ലഭിക്കുന്ന 30 OBH വിഭാഗങ്ങളുടെ പട്ടിക, അതുപോലെ EWS വിഭാഗക്കാർ നൽകേണ്ട ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പട്ടിക എന്നിവ കാണുക. ഈ പട്ടികകൾ വ്യക്തമായി മനസ്സിലാക്കി വേണം തിരുത്തലുകൾ വരുത്തേണ്ടത്. ആദ്യം ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കണ്ട് എന്തൊക്കെ തെറ്റുകളാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം തിരുത്തലുകൾ വരുത്തേണ്ടത്. വീണ്ടും തെറ്റുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപായി തന്നെ നിങ്ങളുടെ കൈവശമുള്ള അപേക്ഷയുടെ പ്രിന്റൗട്ടുകൾ നല്ലതുപോലെ നോക്കി എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിച്ച് അത് ഒരു പേപ്പറിൽ കുറിച്ച് വെച്ചിട്ട് വേണം തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തേണ്ടത്. തെറ്റുകൾ ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനുകളും സ്കൂളുകളും വീണ്ടും പുനഃക്രമീകരിക്കാം. ട്രയൽ അലോട്ട്മെന്റ് വഴി ഗ്രൂപ്പുകൾക്കും കോമ്പിനേഷനുകൾക്കും മാറ്റം വരുത്താം. ഉദാഹരണമായി ബയോളജി സയൻസ് വെച്ചിരുന്ന ഒരു കുട്ടിക്ക് ഫസ്റ്റ് ഓപ്ഷൻ അത് വേണ്ട, കമ്പ്യൂട്ടർ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ മതിയെന്ന് ഇപ്പോൾ തോന്നുന്നുവെങ്കിൽ അതും മാറ്റിക്കൊടുക്കാവുന്നതാണ്. സ്കൂളുകളും മാറ്റാവുന്നതാണ്. നിങ്ങളുടെ വീടിന്റെ ഏറ്റവും അടുത്ത സ്കൂളാണ് ഫസ്റ്റ് ഓപ്ഷൻ ആയി വെച്ചിരുന്നത്. പിന്നീട് കുറച്ച് അകലെയുള്ള സ്കൂൾ മതിയെന്ന് ഇപ്പോൾ തോന്നുന്നുവെങ്കിൽ അതും മാറ്റിക്കൊടുക്കാവുന്നതാണ്. പ്രിന്റൗട്ടിൽ സ്കൂളിന്റെ പേര് കാണുകയില്ല, സ്കൂൾ കോഡ് മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അപേക്ഷിച്ച സ്കൂളിന്റെ കോഡും സ്കൂളിന്റെ പേരും ഒന്ന് തന്നെയെന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അതും മാറ്റിക്കൊടുക്കാവുന്നതാണ്. ഉദാഹരണമായി കൊല്ലം ഭാഗത്തുള്ള ഒരു കുട്ടി ഏറ്റവും അടുത്ത സ്കൂളിലെ കോഡ് 2101 എന്നാണ് വെച്ചിരുന്നത്. ട്രയൽ അലോട്ട്മെന്റിൽ അത് 2110 എന്നാണ് കിടക്കുന്നത്. അത് ശ്രദ്ധിക്കാതെ പോയാൽ അലോട്ട്മെന്റ് വരുമ്പോൾ 2110 എന്ന സ്കൂൾ കോഡുള്ള വളരെ അകലെയുള്ള സ്കൂളിലേക്കായിരിക്കും കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുക. അത് നിങ്ങൾക്ക് പോയി വരാനുള്ള അസൗകര്യമുണ്ടാക്കും. ടൈം ബ്രേക്കിനോ ബോണസ് പോയിന്റിനോ വേണ്ടി ക്ലെയിം ചെയ്തപ്പോൾ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതിന് സഹായകമായ സർട്ടിഫിക്കറ്റുകൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടി വരും. അതില്ലാതെ ക്ലെയിം ചെയ്യരുത്. അപേക്ഷിച്ച സമയത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് ക്ലെയിം ചെയ്തതെങ്കിൽ അത് ട്രയൽ അലോട്ട്മെന്റിൽ ഒഴിവാക്കുക. അല്ലെങ്കിൽ അലോട്ട്മെന്റ് ലഭിച്ചാലും അഡ്മിഷൻ നിരസിക്കപ്പെടും. ജാതി, മതം, പഞ്ചായത്ത്, താലൂക്ക് എന്നിവയിലും ആവശ്യമായ തിരുത്തലുകൾ വരുത്താം. ചുരുക്കി പറഞ്ഞാൽ അപേക്ഷിച്ച സമയത്ത് ഉണ്ടായ എല്ലാ തെറ്റുകളും ട്രയൽ അലോട്ട്മെന്റ് വഴി തിരുത്താവുന്നതാണ്. ജവാന്മാരുടെയും എക്സ് സർവീസുകാരുടെയും മക്കൾക്ക് ബോണസ് പോയിന്റിന് അർഹതയുള്ളതുകൊണ്ട് അത് തെളിയിക്കുന്ന രേഖകൾ ഉണ്ടായിരിക്കണം. NCCയിലെ കേഡറ്റുകൾക്ക് ബോണസ് പോയിന്റ് ഉള്ളതിനാൽ 75% കുറയാത്ത ഹാജർ സർട്ടിഫിക്കറ്റ് നിർബന്ധമായി ഉണ്ടായിരിക്കണം. ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾക്ക് A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് തന്നെ ഉണ്ടായിരിക്കണം. എന്ത് തിരുത്തലുകൾ വരുത്തിയാലും ഇല്ലെങ്കിലും നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കേണ്ടതാണ്.
അല്ലാത്തപക്ഷം അലോട്ട്മെന്റ് ലഭിച്ചാൽ അഡ്മിഷൻ സമയത്ത് സൂക്ഷ്മ പരിശോധനയിൽ കണ്ടെത്തുകയും നിങ്ങൾക്ക് അഡ്മിഷൻ നിരസിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. OBH വിഭാഗത്തിലുള്ള ചിലർ OIC എന്ന് രേഖപ്പെടുത്താറുണ്ട്. OBHലെ 30 വിഭാഗങ്ങൾക്ക് OICക്ക് ലഭിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ലഭിക്കും. സീറ്റ് സംവരണം ലഭിക്കുകയില്ല. ഈ വിവരം പ്രോസ്പെക്ടസിലെ അനുബന്ധ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. OBHലെ വിഭാഗക്കാർ കാറ്റഗറി OBH എന്ന് തന്നെ സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ അഡ്മിഷൻ സമയത്ത് സൂക്ഷ്മ പരിശോധനയിൽ കണ്ടെത്തുകയും അഡ്മിഷൻ നിരസിക്കപ്പെടുകയും ചെയ്യും. ഇത്തരക്കാർക്ക് വീണ്ടും തെറ്റുതിരുത്തി അപേക്ഷിക്കുവാനുള്ള അവസരം സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുവഴി ഉയർന്ന WPG ഉണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയവും സ്കൂളും നഷ്ടമാകും. ഫീസ് ആനുകൂല്യം ലഭിക്കാൻ OBHലെ സംവരണമുള്ള 30 വിഭാഗക്കാരും വില്ലേജ് ഓഫീസിൽ നിന്ന് നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. വരുമാന പരിധി 6 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. സാധാരണ രീതിയിൽ OBH വിഭാഗക്കാർക്ക് ജനറൽ സീറ്റിന്റെ 3% അഡ്മിഷന് സംവരണം ചെയ്തിരിക്കുന്നത്. ഈഴവ സമുദായ വിഭാഗത്തിൽപ്പെട്ടവരുടെ പാസ് സർട്ടിഫിക്കറ്റിൽ OBC എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും അപേക്ഷയിൽ ETB എന്നാണ് രേഖപ്പെടുത്തേണ്ടത്. മുസ്ലിം വിഭാഗക്കാരും OBC വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും കാറ്റഗറി മുസ്ലിം എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. തെറ്റുവരുത്തിയ അപേക്ഷകർ ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്തുന്നതുകൊണ്ട് ട്രയൽ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളുകൾക്കും ഗ്രൂപ്പുകൾക്കും കോമ്പിനേഷനുകൾക്കും 1ാം അലോട്ട്മെന്റിൽ മാറ്റങ്ങൾ വന്നേക്കാം. ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അപേക്ഷ നൽകിയവരും അതാത് ജില്ലകളിൽ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കേണ്ടതാണ്. ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലും തെറ്റുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അലോട്ട്മെന്റ് ലഭിച്ചാലും അഡ്മിഷൻ നിരസിക്കപ്പെടും. അങ്ങനെയുള്ളവർക്ക് ഏതെങ്കിലും സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ മാത്രമേ വീണ്ടും അപേക്ഷിക്കുവാൻ അവസരം ലഭിക്കുകയുള്ളൂ. ആയതിനാൽ വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടും കൂടി വേണം ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്തേണ്ടത്.